അമ്മച്ചി വിളിച്ച ഓടി അവിടെ പോയി പട്ടീനെയൊക്കെ പിടിക്കുക. അമ്മച്ചി വിളിച്ച ഓടെ ഓടി നീ. നമ്മളെ വേണ്ടേ നിനക്ക് വേണ്ടേടി നിനക്ക്? എവിടെ പോടി രണ്ടുപേര്? ഓടി വരണടാണ്ട്. എവിടെ അടുത്ത ആള്? ഓടി വാ. എൻ്റെ വിരുന്നുകാരനും നിങ്ങളുടെ വിരുന്നുകാരിയുമാണ് ഇതാ ഈ മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. നോക്കിയേ എത്ര ഹൈറ്റിലാണെന്നറിയോ. ഇവിടെ സ്ഥിരം കളിക്കുന്നതാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇറങ്ങുന്നതാണ് ഞാനിപ്പോൾ കാണുന്നത്. ഹായ് നോക്കൂ, കുട്ടൂസൻ ലുട്ടാപ്പി മായാവി രാവിലെ എഴുന്നേറ്റു വെളിയിൽ ഇറക്കി വിട്ടിരിക്കുക അവരെ കേട്ടോ. എന്തിനാണെന്നറിയണ്ടേ? അവർക്ക് ഒന്നിന് രണ്ടിനൊക്കെ പോകാനുള്ള സൗകര്യത്തിലാണ് രാവിലെ വെളിയിൽ ഇറക്കിയിട്ടുള്ളത്. വെളിയിൽ ഇറങ്ങിയിട്ട് കറങ്ങി നടക്കുകയാണ്, ഒന്നിനോ രണ്ടിനോ പോകാതെ കേട്ടോ. ഇവൻ്റെ മുറുക്കാൻ പൊതി കളഞ്ഞു ഇവിടെയൊക്കെ തപ്പി നോക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു തെങ്ങാണ് കേട്ടോ വീട്ടിൻ്റെ ബാക്കിലുള്ളത്. ഇപ്പോൾ രാവിലെ ഇറങ്ങിയാൽ ഈ ബാക്കിലോട്ടാണ് അവർ കളിക്കാനൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ ഒന്നിനോ രണ്ടിനൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് അവർ വരുന്നത്. ഇവിടെ കുറച്ച് ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, എങ്കിലും അവരിവിടെ ചാടിയൊക്കെ കളിക്കും കേട്ടോ. ഈ തെങ്ങിനോട് വളരെ ഇഷ്ടമാണ്. അവരിതിൻ്റെ തെങ്ങിൻ്റെ മേളിലോട്ട് കയറുകയും ഇറങ്ങുകയും ഒരു ചാടിക്കളിയും ബഹളവും ഒക്കെയാണ്. അങ്ങനെ ഒന്നിനും രണ്ടിനും പോകാതെ ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. ഇവരെ കൂടെ ഇതുപോലെ ഇരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്കും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അതുപോലെ തന്നെ ഞാൻ അടുത്തുണ്ടെങ്കിൽ കുറച്ച് കളിക്കും, ഓടി വന്നെൻ്റെ കാലിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇവൻ കണ്ടോ തിരിച്ച് ഓടുന്നത് കണ്ടോ? എൻ്റെ കാലിരിക്കാനാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് അവർ രണ്ടുപേരും കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും, വീണ്ടും പോയി കളിക്കും. ഇതൊക്കെയാണ് പരിപാടി. ഇതാ ഇവിടെ കാണാം, ഇതാ എൻ്റെ കാലി വന്ന് കയറിയിരിക്കുകയാണ്. അവർ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ അവൻ്റെ രക്തം തിളയ്ക്കുമ്പോഴാണ് അവ എടുത്തൊരു ചാട്ടം ചാടും, വീണ്ടും അതുപോലെ പോയി കളിക്കും. അല്ലേടെ മക്കളെ? അങ്ങനെ കളിച്ചിട്ട് വീണ്ടും അത് കണക്ക് എൻ്റെ കാലിൽ വന്നിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി കേട്ടോ. ഞാനുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. പിള്ളേർക്ക് ഞാനുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാണ് കളിക്കാൻ. കുറച്ച് കളിക്കും, അതുപോലെ ഓടി വന്നിട്ട് കാലിൽ വന്നിരിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കളി നടക്കുന്നത്. എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതാണ്. ഇവരെ നോക്കിക്കൊണ്ടിരിക്കാൻ വളരെ സമയമില്ല കേട്ടോ എനിക്ക്. അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കളി പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നോക്കിയേ, ആ കയ്യൊക്കെ ഇരുന്ന് വിരിവിരിക്കുന്നുണ്ടോ? പ്രാന്ത് പിടിച്ചിരിക്കുന്നൊരു കളിയാണ് വന്നിരിക്കുന്നത് 3 പേർക്കും കേട്ടോ. അങ്ങനെ ഇവിടെ എറുമ്പ് ഇടയ്ക്കിടയ്ക്ക് അവിടെ കടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കടി കൊണ്ടിട്ടാണ് ഈ ഓടിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ നല്ല ഗുസ്തിയും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ ഞാൻ എന്തിനാണോ വിട്ടത് അതിനൊന്നും പോകാതെയാണ് ഈ കുത്തി മറിയുന്നത്. വീട്ടിനകത്താണെങ്കിൽ കുറച്ച് മണലും മുറത്തിൽ വിട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് സാധിക്കാമെന്നും പറഞ്ഞുള്ള പരിപാടിയായിരിക്കും. അതെന്തായാലും ഈ പകൽ നടക്കൂല. രാത്രി സമയങ്ങൾ മാത്രമേ ഇവർക്ക് അതിനുള്ളൊരു ചാൻസ് ഞങ്ങൾ കൊടുക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വെളിയിൽ അവരെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖത്തിൻ്റെ പ്രസന്നത കണ്ടോ, വളരെ ഹാപ്പിയുള്ള സന്തോഷമാണ്. അതുപോലെ തെങ്ങിക്കയറ്റവും ചാടിക്കളിയും എല്ലാം ഇവിടെ തന്നെ അങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. എത്ര സുന്ദരമായിട്ടുള്ള കളിയാണ് ഞങ്ങളുടെ കൊച്ചുങ്ങൾ കളിച്ച് കാണിക്കുന്നത്. അതൊക്കെ നോട്ടങ്ങളൊക്കെ വളരെ ക്യൂട്ടായിരിക്കും കേട്ടോ. സുന്ദരമായ നോട്ടമാണ്. ചില മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ കാണണം കേട്ടോ. നമുക്ക് ചിരി വരും ചില കളികൾ കണ്ടു കഴിഞ്ഞാൽ. നല്ല കുത്തിമറിയലും അതുപോലെ തന്നെ അവർ കഴിക്കുന്ന സാപ്പാടിൻ്റെ ഒരു മെഡിസനാണ് ഈ കാണുന്നത് മൊത്തം. അത് കടിച്ച് തിന്നുകയും കളിക്കുകയും അങ്ങനെയുള്ള കുറച്ച് കുരുത്തക്കടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ അങ്ങ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത്. ഇതാ കഴിക്കുന്നുണ്ടോ? ഇതൊക്കെ അവർ നന്നായിട്ട് കഴിക്കും. അവരുടെ എനർജിക്കുള്ള ഒരു മെഡിസനാണ്. അതുപോലെ തന്നെ കാലിലിരിക്കാൻ വിളിച്ചാലും വരും കേട്ടോ. അങ്ങനെ കുറച്ച് അറിവൊക്കെ ആയിട്ടുണ്ട് പിള്ളേർക്ക്. ഇനി വാ മോനെ ഇവിടെ ഒന്ന് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളുടെ കാലിൽ അടിച്ച് കാണിച്ചാൽ അവന്മാരപ്പോഴേ ചാടി കാലിൽ കയറി ഇരിക്കും കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിളിക്കുമ്പോൾ ഓടി വരികയും അതുപോലെ കാലിൽ കയറി ഇരിക്കാൻ ഇങ്ങനെ കൈ തട്ടി വിളിക്കുമ്പോൾ കാലിൽ കയറി ഇരിക്കുന്നതൊക്കെ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾക്കത് ലൈവായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ സത്യമായ കാര്യങ്ങളാണെന്ന്. അത്രയും സ്നേഹമാണ് ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക്. അതിനേക്കാൾ സ്നേഹമാണ് നിങ്ങളുടെ ഓരോരോ വാക്കുകളല്ലേ. അതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമായിപ്പോയി. ഇപ്പം നമ്മൾ തങ്ങളിലെല്ലാവരും എല്ലാം നമ്മളൊരു ഫാമിലി ആയിട്ടുള്ളൊരു കൂട്ടുകുടുംബമായിട്ടാണ് ഞങ്ങളെ ഈ കുഞ്ഞുങ്ങളെ വീഡിയോ നമ്മൾ ഫോളോ ചെയ്യുന്നല്ലേ, എനിക്കറിയാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങി കളിച്ച് നല്ല കാഴ്ചയോടെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കളികളൊക്കെയാണ് പിള്ളേർ കാണിക്കുന്നത്. എത്രത്തോളം സമയം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ അത്രത്തോളം സമയം നീട്ടി പിള്ളേർ കിടന്ന് കളിക്കും കേട്ടോ. വിളിച്ചാലൊന്നും വരില്ല. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഒരു കമ്പെടുത്തിട്ട് തറയിലിട്ട് ഉരച്ച് കാണിക്കും. അത് കാണുമ്പോൾ തലയിട്ട് വെട്ടിച്ച്
ചാടി ഓടി വരും. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഇവരെ പറ്റിച്ച് നമ്മൾ വീട്ടിനകത്ത് കയറ്റുന്നത് തന്നെ അങ്ങനെയൊക്കെയുള്ള ചെറിയ അടവുകളാണ് കേട്ടോ. ഈ പിള്ളേർക്ക് അറിയില്ല, ഏത് കണ്ടാലും കളിയാണല്ലോ. അങ്ങനെ പിള്ളേരെ പറ്റിച്ചാണ് ഞങ്ങൾ അവരെ വീട്ടിനകത്ത് കയറ്റുന്നത് തന്നെ. അത്ര വളരെ രസകരമാണ് നമ്മുടെ പിള്ളേരെ കളി. കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാലേ എൻ്റെ ജോലി ഒരു നടക്കത്തില്ല കേട്ടോ. ഇവരെ ബാക്കിൽ നിന്ന് നടക്കാനേ സമയം കാണുള്ളൂ. എൻ്റെ കൊച്ചുങ്ങളെ പോലും ഞാൻ ഇത്രയും നന്നായിട്ട് നോക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വളരെ റിസ്ക് എടുത്താണ് ഞാൻ ഇവരെ പിറകേന്ന് നടന്ന് ഇവർക്ക് ടൈം പാസ് കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ കതക് നന്നായിട്ട് ചാരും കേട്ടോ. ഒരു ചെറിയ ക്യാപ്പ് അതിലുണ്ടാവും. രാവിലെ ആകുമ്പോഴേ ഈ പിള്ളേർ വന്നിട്ട് കുഞ്ഞ് കൈയിട്ട് തള്ളി തിറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അടവുകളുണ്ട്. അത് കാണേണ്ടതാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ആര് കണ്ടാലും വാരി എടുത്തു. ആ രീതിയിലുള്ള വേലത്തരങ്ങൾ ആ ഡോറിൻ്റെ ഭാഗത്ത് വന്ന് കാണിക്കും. ഞാൻ ആ സൗണ്ട് കേട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് കേട്ടോ. ഡോറ് തുറന്ന് കഴിഞ്ഞാൽ തീർന്ന് മാമീനൊന്നും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ അവരുടെ പുറത്തൂടെയൊക്കെ ഓടി ചാടി കളിച്ച് എടുത്ത്. പിള്ളേരുടെ കാര്യത്തിൽ എടുത്തു പറയാൻ എൻ്റെയോ മാമിയുടെ സൗണ്ട് കേട്ടാൽ മതി, ആ പിള്ളേർ എവിടെ നിന്നാലും ഓടിയെത്തും കേട്ടോ. അതൊരു പ്ലസ് പോയിൻ്റാണ്. അവർക്കത് വളരെ വ്യക്തതയാണ്. ഞങ്ങളുടെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഓടി ഞങ്ങളെ മുന്നിൽ വരും. ചില സമയങ്ങളിൽ ഞങ്ങളെ ഭ്രാന്തെടുപ്പിക്കും. പിള്ളേർ വിളിച്ചാലും വരില്ല, വളരെ ഓട്ടമായിരിക്കും. അമ്മയാണെങ്കിലോ വളരെ ഫ്രീയും. അമ്മയുടെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഞങ്ങൾ കിടക്കുകയാണെങ്കിൽ ഞങ്ങളടുത്ത് വന്നിട്ടുള്ള വേലത്തരങ്ങൾ കാണിക്കുകയാണ് പിള്ളേർക്ക് വളരെ ഇഷ്ടം. അങ്ങനെയുള്ള സ്നേഹബന്ധമാണ് ഞങ്ങളായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഈ പിള്ളേരെ ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് തന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയില്ലേ. ഞങ്ങൾ ഒരാൾ ഞങ്ങളെ നിന്ന് മിസ്സിങ് ആയിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു രക്തബന്ധം ആയിപ്പോയി ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളിവരെ നന്നായിട്ട് നോക്കിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിരുന്നുകാരിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിപ്പോയി. എനിക്ക് എന്നിട്ടൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങോട്ട് ക്ലിയർ കിട്ടിയില്ല. അതാണ് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ ഓരോ മറുപടി തരുമ്പോൾ ഞാൻ അതിനെ പ്രതികരിക്കാതിരുന്നത്. വേറെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റിലൂടെ തമാശകൾ പറയുന്നത് എനിക്കത് കേട്ട് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ഇനിയും ഇതുപോലെ കമൻറ്റുകൾ, തമാശയായിട്ടുള്ള കമൻറ്റുകൾ തരണം. ഞങ്ങളുടെ ഫാമിലിയിൽ 1-2 പേര് കമൻറ്റ് ഇട്ടത് വളരെ രസകരമായിരുന്നു. റേഷൻ കാർഡ് ശരിയാക്കുന്ന കാര്യം, പിള്ളേരുടെ 3 കുട്ടികളുടെ റേഷൻ കാർഡ് ശരിയാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് വളരെ എനിക്ക് രസകരമായിട്ട് തോന്നി. അതുപോലെ ലുട്ടും കുട്ടും കൂടെ അതാ ഇവിടെ അതിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ്. 1-നും 2-നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പിള്ളേർ അടവ് പിടിച്ച കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അകത്തുള്ളൊരു പരിപാടിക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നടക്കത്തില്ല കേട്ടോ ഈ പകൽ. അങ്ങനെ നല്ല കളിയും കാര്യങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി ജോലിക്കൊക്കെ പോവേണ്ടായിരിക്കുന്നു. പിള്ളേർക്ക് തെങ്ങിക്കയറി കളിക്കണോ തറയിലിരുന്ന് കളിക്കണോ എന്ന് വേണ്ട, അങ്ങനെയുള്ള വേലത്തരങ്ങളുമായിട്ട് നിൽക്കുകയാണ് രാവിലെ കേട്ടോ. അങ്ങ് മേലോട്ടെല്ലാം കയറി പോയി കൈയൊന്നും വിടായിരുന്നാൽ മതി. ഈ വലിയ തെങ്ങിലാണ് വളരെ ഇഷ്ടമായിട്ട് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ കളിക്കുന്ന. ഒരു 3-4 ദിവസമായി ഈ തെങ്ങാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നല്ല ഉറുമ്പാണ് കേട്ടോ. പിള്ളേർക്ക് നന്നായിട്ട് കിട്ടും. നോക്കിയാണ് ആ പിടിച്ച് അള്ളിയിരിക്കുന്നു. മേലോട്ട് കയറുക, താഴോട്ട് ഇറങ്ങുക, ഇതൊക്കെയാണ് പരിപാടി. നോക്കിയേ, രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്. ഇനി എന്തെങ്കിലും കൊടുക്കണം. കുറച്ച് ചിക്കനൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കുറച്ച് ചോറിൽ ഇളക്കി നന്നായിട്ട് കൊടുക്കണം അവർക്ക് കേട്ടോ. ഇന്നലെ വൈകിട്ടൊക്കെ വളരെ കോളായിരുന്നു. ചിക്കനൊക്കെ തിന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് നിൽക്കുകയാണ് കേട്ടോ. ലുട്ടു മായാവി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വെയിൽ കൊള്ളാനായിട്ട് തൊട്ടടുത്തുള്ള പുരാടത്തിൽ വന്ന് കിടക്കുന്നത് കേട്ടോ. പിള്ളേർ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടാണ് ഈ പറയുന്നത്. പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ നേരെ മേലോട്ട് കയറും. അത് കഴിഞ്ഞാൽ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മേലോട്ട് പോകും. ഇതൊക്കെയാണ് പരിപാടി. എന്തായാലും നമുക്ക് കാണാം. ദാ ഇവിടെയാണ് ഒരു കുഞ്ഞായിട്ട് കളിച്ച് സന്തോഷിക്കുകയാണ് നല്ല വെയിലത്ത് കേട്ടോ. ഇങ്ങനെ നിന്ന് പയ്യെ കൊണ്ട് മുങ്ങാനുള്ളൊരു പരിപാടിയാണ്. കാര്യത്തിലൊക്കെ കടിച്ച് നോക്കുന്നുണ്ട്, എന്നെ നോക്കും. അങ്ങനെയാണ് കളിപ്പിക്കുന്നത്. പയ്യെ വിളിച്ചുകൊണ്ട് മേലോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഇത്ര സ്നേഹം അല്ലെങ്കിൽ കാണത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്നുണ്ട്, എന്ത് ചെയ്യട്ടെന്നൊക്കെ. ഇനിയിപ്പോൾ പയ്യെ ഒരു പോക്കിപ്പോൾ പോവും. അതിന് ഒറ്റ സംശയവും വേണ്ട. എന്നെ നോക്കുന്നുണ്ട്. പിള്ളേരിനി എന്ത് ചെയ്യണം, കളിപ്പിക്കണോ, വിളിച്ചുകൊണ്ട് പോകണോ, കിടക്കണോ എന്നൊക്കെയുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. എന്തായാലും കൊണ്ട് പോകും കേട്ടോ. അതിന് ഞാൻ തയ്യാറായി നിൽക്കുകയാണ് തടഞ്ഞ് നിർത്താൻ. ഇതാ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. അമ്മ കൊണ്ടുപോയാലും തിരികെ കൊണ്ടുവരും. നമ്മളീ 3 പിള്ളേർ പോയാൽ തിരിച്ച് 3 പേര് വരുമോ എന്നറിയില്ലല്ലോ.
കണ്ണ് തെറ്റിയാ ഓടിക്കളയും. ഓടിപ്പോയി, ഓടി അങ്ങോട്ട്, ഓടിപ്പോയി. പിള്ളേർ വീട്ടിലേക്ക് ഓടിയിട്ടുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരാം. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ടേ. ബൈ.